മക്കളെ, ഇന്ന് നമ്മൾ ഗലീലിയോയുടെ ചരിത്ര പർ ടിപ്പണി, അതായത് ചരിത്ര ചിത്രണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചരിത്ര ചിത്രണം അഥവാ ചരിത്ര പർ ടിപ്പണി രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കമൻറ്റിലുണ്ടായിരുന്നു, ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അത് പ്രകാരം ചെയ്യുന്നതാണ്. ചരിത്ര ടിപ്പണിയും അതുപോലെ തന്നെ ഡയറി, പത്രം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഗലീലിയോ एक महान वैज्ञानिक और खगोल शास्त्री थे. ഗലീലിയോ ഒരു മികച്ച ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. വേ സത്യ और विज्ञान के प्रति बहुत निष्ठावान थे. അദ്ദേഹം സത്യത്തോടും ശാസ്ത്രത്തോടും ആഴമായ പ്രതിബദ്ധതയുള്ള ആളായിരുന്നു എന്നാണ് പറഞ്ഞത്. ആഴത്തിലുള്ള പ്രതിബദ്ധത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തിനോടൊക്കെ? സത്യത്തോടും അതുപോലെ തന്നെ ശാസ്ത്രത്തോടും. उन्होंने अपने प्रयोगों और अवलोकनों से यह साबित किया कि पृथ्वी सूर्य के चारों ओर घूमती है. തൻ്റെ പരീക്ഷണങ്ങളിലൂടെയും അപ്പനെ പ്രയോഗവും പരീക്ഷണങ്ങളിലൂടെയും ആർ അവലോകനവും നിരീക്ഷണങ്ങളിലൂടെയും യഹ് സാബിത് കിയ, ഇത് തെളിയിച്ചു. എന്താണ് തെളിയിച്ചത്? പൃഥ്വി സൂര്യകേ ചാരോം ഓർ ഘൂമത്തി ഹേ, ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ തെളിയിച്ചു. വേ ജിജ്ഞാസു സാഹസി और ബുദ്ധിമാൻ വ്യക്തി थे. അദ്ദേഹം ജിജ്ഞാസുവും ധൈര്യശാലിയും ബുദ്ധിമാനുമായിട്ടുള്ള വ്യക്തിയായിരുന്നു. उन्होंने समाज की गलत धारणाओं के खिलाफ आवाज उठाई. उन्होंने അദ്ദേഹം സമാജ് കി സമൂഹത്തിൻ്റെ ഗലത്ത് ധാരണാവും തെറ്റിദ്ധാരണകൾ, ഗലത്ത് പറഞ്ഞാൽ തെറ്റ്, ഗലത്ത് ധാരണാവും തെറ്റിദ്ധാരണകൾ, ഗിലാഫ് ആവാസ് ഉടായി, തെറ്റിദ്ധാരണകൾക്കെതിരെ, ഗിലാഫ് പറഞ്ഞാൽ എതിരെ, തെറ്റിദ്ധാരണകൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. ആവാസ് ഉടായി, ശബ്ദമുയർത്തി. കഠിനായോം और विरोध के बावजूद उन्होंने सच्चाई से कभी समझौता नहीं किया. ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും സത്യവുമായി വിട്ടുവീഴ്ച ചെയ്തില്ല. കഠിനായോം और विरोध के बावजूद, പ്രയാസങ്ങളും എതിർപ്പുകളും എല്ലാം ഉണ്ടായിരുന്നിട്ടും, ബാവജൂദ്, അതിനെയെല്ലാം മറികടന്നുകൊണ്ട്, ഉന്നോനെ സച്ചായി സേ കബി സമझौता नहीं किया, എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും സത്യത്തിന് ഒരു വിട്ടുവീഴ്ച വരുത്തിയില്ല എന്ന്. സച്ചായി സേ കബി, ഒരിക്കലും, സമझौता नहीं किया, ഒരിക്കലും സത്യത്തിന് വിട്ടുവീഴ്ച വരുത്തിയില്ല. उनका जीवन हमें सत्य और ज्ञान के मार्ग पर चलने की प्रेरणा देता है. उनका जीवन, അദ്ദേഹത്തിൻ്റെ ജീവിതം സത്യത്തിൻ്റെയും അറിവിൻ്റെയും പാത, സത്യ और ज्ञान के मार्ग, സത്യത്തിൻ്റെയും അറിവിൻ്റെയും പാത പിന്തുടരാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പ്രചോദിക്കുന്നു, അതായത് നമുക്ക് പ്രചോദനം നൽകുന്നു എന്നാണ് പറഞ്ഞത്. प्रेरणा देता है. उनका जीवन हमें सत्य और ज्ञान के मार्ग पर चलने की प्रेरणा देता है. സത്യത്തിൻ്റെയും അറിവിൻ്റെയും പാത പിന്തുടരാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു. നമുക്ക് പ്രചോദനം നൽകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സത്യത്തിൻ്റെയും അറിവിൻ്റെയും ഉള്ള പാത അദ്ദേഹം പിന്തുടർന്ന് നമ്മൾക്ക് പ്രചോദനം നൽകുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര പർ ടിപ്പണി എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് പിതാവിൻ്റെ കത്താണ് നോക്കുന്നത്. പിതാവിൻ്റെ കത്ത്
നമുക്ക് ഈ ചരിത്രപര ടിപ്പണിയിൽ സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടും എഴുതാം. ഗലീലിയോ ഈ ഫസ്റ്റ് ലൈൻ അങ്ങനെ തന്നെ എഴുതുക. പിന്നെ അദ്ദേഹം അച്ഛനുമായിട്ട് സംസാരിക്കുന്നത് സ്വന്തം തീരുമാനം എടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇനി പിതാക്ക പത്ര, പിതാവിൻ്റെ കത്താണ്. പ്രിയമിത്ര സപ്രയം നമസ്കാർ. പ്രിയമിത്ര സ്നേഹ നമസ്കാരം പറയാണ്. മേരാ ബേട്ട ഗലീലിയോ അബ് ബഡാ ഹോ ഗയാ ഹേ. എൻ്റെ മകൻ ഗലീലിയോ ഇപ്പോൾ വലിയ കുട്ടിയായിരിക്കുന്നു. ആർ വിജ്ഞാൻ മേ ഉസ്കി ഗഹരി രുചി ഹേ. അവൻ വളർന്നു, അവന് ശാസ്ത്രത്തിൽ അതീവ താല്പര്യമുണ്ട് എന്ന് പറയാണ്. വിജ്ഞാൻ ശാസ്ത്രത്തിൽ എനിക്ക് ഗഹരി രുചി ഹേ, അതിയായ താല്പര്യം, വളരെ ആഴത്തിലുള്ള താല്പര്യമാണ് അവന് ഉള്ളത്. वह दिन रात नए प्रयोग करता है और सच्चाई की गोज में लगा रहता है. അവൻ പകലും രാത്രിയും, രാവും പകലും എന്ന് പറയില്ല, ദിൻ രാത്ത് പറഞ്ഞാൽ രാവും പകലും, അവൻ രാവും പകലും നയേ പ്രയോഗ കർത്താഹേ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും और सच्चाई की गोज में നടത്തുകയും സത്യാന്വേഷണത്തിൽ, സച്ചായി की गोज പറഞ്ഞാൽ സച്ചായി പറഞ്ഞാൽ സത്യം, ഗോജിനെ അന്വേഷിക്കുക, അപ്പം സത്യത്തിൻ്റെ അന്വേഷണം, സത്യാന്വേഷണത്തിൽ ലഘാരത്താഹേ, സത്യാന്വേഷണത്തിൽ മുഴുകുന്നു എന്നാണ് പറയുന്നത്, വ്യാപൃതനാകുന്നു, അതിൽ സത്യാന്വേഷണത്തിൽ വ്യാപൃതനാകുന്നു. മുझे उसके साहस और बुद्धि पर गर्व है. എനിക്ക് അവൻ്റെ ധൈര്യത്തിലും ബുദ്ധിശക്തിയിലും അഭിമാനമുണ്ട്. ഞാൻ അവൻ്റെ ധൈര്യത്തിലും ബുദ്ധിശക്തിയിലൊക്കെ അഭിമാനിക്കുന്നു. ഗർവ് പറഞ്ഞ അഭിമാനം, അഭിമാനിക്കുന്നു. മുझे विश्वास है कि एक दिन वह दुनिया को नया ज्ञान देगा. എന്താണ് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ട് പറഞ്ഞത്? പിതാവ് പറയാണ്, ഒരു ദിവസം അവൻ ലോകത്തിന് പുതിയ അറിവ് നൽകും എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഒരിക്കൽ അവൻ എന്ത് ചെയ്യുമെന്ന്, ലോകത്തിന് പുതിയ അറിവ് നൽകും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് പറയുകയാണ് പിതാജി. നയാ ജ്ഞാൻ ദേഗ. അത്രയാണ് നമ്മൾ എഴുതിയിരിക്കുന്ന പത്ര. ഇതിൽ അഡ്രസ്സ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എഴുതാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇങ്ങനെ എഴുതി ചേർത്താണ്ട് മൗസ് ഉപയോഗിച്ച് എഴുതിയതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾക്കറിയാവുന്നതാണ് എവിടെ എഴുതേണ്ടത്, സേവാമേ നാം പദ എന്നാണെന്നും അതുപോലെ തന്നെ ആബ്കാ മിത്ര നാം ഹസ്താക്ഷത്രയാണ് നമ്മൾ എഴുതേണ്ടത്, രണ്ട് സൈഡിലായിട്ട്. അത് മറക്കാതെ എഴുതുക. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്? പത്രം അതുപോലെ തന്നെ ചരിത്രപര ടിപ്പണിയും. ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.